സിനിമാ പ്രേമികൾക്ക് സന്തോഷ വാർത്ത. ഇനി കർണാടകയിൽ പോയി സിനിമ കാണാം. ഏത് തിയേറ്ററിലും ഒരേ നിരക്ക്. കർണാടകയിൽ തിയേറ്റർ ടിക്കറ്റ് നിരക്കിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സിനിമ തിയേറ്റർ ടിക്കറ്റ് നിരക്ക് കുറയും. പരമാവധി ടിക്കറ്റ് നിരക്ക് 200 രൂപയാക്കാനാണ് തീരുമാനം. എല്ലാ തിയേറ്ററുകളിലും ടിക്കറ്റ് നിരക്ക് ബാധകമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിനോദ നികുതി അടക്കമുള്ള തുകയാണ് ഇതെന്നും പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ കർണാടകയിൽ സിനിമാ ടിക്കറ്റിന് ഈടാക്കുന്ന തുകയിൽ പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് സർക്കാർ. മൾട്ടിപ്ലക്സ് അടക്കം എല്ലാ തിയേറ്ററുകളിലും വിനോദ നികുതി ഉൾപ്പെടെ 200 രൂപയാണ് ചാർജ്. ഇതിനായി കർണാടക റെഗുലേഷൻ റൂൾ 2014 സർക്കാർ ഭേദഗതി ചെയ്തു. നേരത്തെയും സമാനമായുള്ളൊരു നീക്കം സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഫലം കണ്ടില്ല. 2017 ആദ്യമായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായ കാലത്ത് മൾട്ടിപ്ലക്സുകൾ ഉൾപ്പെടെ എല്ലാ തിയേറ്ററുകളിലും ടിക്കറ്റ് നിരക്ക് 200 രൂപയെ നിശ്ചയിക്കുകയായിരുന്നു. ഇതിനെതിരെ തിയേറ്റർ ഉടമകൾ രംഗത്തെത്തുകയും ചെയ്തു. തുടർന്ന് വരുമാന നഷ്ടം ചൂണ്ടിക്കാട്ടി മൾട്ടിപ്ലക്സ് ഉടമകൾ കർണാടക ഹൈക്കോടതി സമീപിക്കുകയുണ്ടായി. അതോടെ സർക്കാർ ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല. കഴിഞ്ഞ മാർച്ചിൽ അവതരിപ്പിച്ച കർണാടക സംസ്ഥാന ബജറ്റിൽ സിനിമാ ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു. അതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിയമ ഭേദഗതിയും നിലവിൽ വന്നത്. മൾട്ടിപ്ലക്സുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ തിയേറ്ററുകളിലും ഓരോ ഷോയുടെയും ടിക്കറ്റ് വില, വിനോദ നികുതി ഉൾപ്പെടെയുള്ളവയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. എല്ലാ ഭാഷാ ചിത്രങ്ങളുടെയും നിരക്ക് ഇതിനനുസരിച്ച് തന്നെയായിരിക്കുമെന്നും അറിയിപ്പുണ്ട്. തീർച്ചയായും സിനിമാ സംഘടനകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ട്. അത്തരത്തിൽ നിയമ ഭേദഗതിയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ 15 ദിവസത്തിനകം സർക്കാരിനെ അറിയിക്കാനാണ് നിർദ്ദേശം. 15 ദിവസത്തിന് ശേഷം അന്തിമ വിജ്ഞാപനം പുറത്തിറക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി സിനിമ ഹാപ്പിയായിട്ട് തന്നെ സാധാരണക്കാർക്കും ഏത് തിയേറ്ററിലിരുന്നും കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.